ചൈനീസ് ലോൺ ആപ്പ് വഴിയുള്ള 1650 കോടിയുടെ തട്ടിപ്പിൽ പ്രതികൾ പണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രിപ്റ്റോ ഇടപാടിലൂടെയാണ് പണം കടത്തിയത്. രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ വിവിധ അക്കൗണ്ടുകളിലായി ഇഡി 123 കോടി രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. റീജിത്ത്, രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൽ പ്രതികൾ തട്ടിപ്പ് പണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ക്രിപ്റ്റോ ഇടപാടിലൂടെയാണ് പണം പുറത്തേക്ക് കടത്തിയത്. ഇതിനായി ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ വാസിറിക്സിൽ 26 ക്രിപ്റ്റോ അക്കൗണ്ടുകൾ ക്രമീകരിച്ചിരുന്നു എന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് ക്രിപ്റ്റോ വാലറ്റുകളിൽ കോടികൾ ഒഴുകിയെത്തി. സിംഗപ്പൂരിലെ നിയാം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്കും പണം കടത്തി എന്ന് നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. 2 കോടി രൂപ ഒരാൾക്ക്, 70 ലക്ഷം രൂപ മറ്റൊരാൾക്ക്. ഇന്നലെ അറസ്റ്റിലായ 2 പ്രതികൾക്ക് ഇപ്രകാരമാണ് ഇതിന്റെ കമ്മീഷൻ കിട്ടിയത് എന്നും ഇഡി പറയുന്നു. കേരളത്തിലും ഹരിയാനയിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഈ നടപടിയെടുത്തിട്ടുള്ളത്. അതേസമയം 123 കോടി രൂപ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇഡി പല അക്കൗണ്ടുകളിലായി കടന്നതാണ്. ആ അക്കൗണ്ടുകൾ ഇഡി ഇപ്പോൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ 2 മലയാളികൾ മാത്രമല്ല, നേരത്തെ 4 തമിഴ്നാട് സ്വദേശികളും അറസ്റ്റിലായിരുന്നു. കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും, ഇഡി വ്യക്തമാക്കുന്നു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.